അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദിന്റെ മനസ്സിനെ വേദനിപ്പിച്ചതിന് വേണ്ടി ഉസ്താദിന്റെ മുമ്പിൽ വെച്ച് തന്നെ അള്ളാഹു കൊടുത്ത ശിക്ഷയെക്കുറിച്ച് നാം വളരെ ഗൗരവത്തോടു കൂടി കേൾക്കേണ്ട ഒരു കാര്യമാണ്. ഉസ്താദ് തന്നെ ഉസ്താദിന്റെ അനുഭവം നേരിട്ട് പറയുകയാണ്. പിന്നെ ആ അനുഭവത്തെ ഞാനിങ്ങനെ പറയുന്നതിനേക്കാൾ ഏറ്റവും വലുത് ഉസ്താദ് തന്നെ പറയുമ്പോഴാണ് അതിൻ്റെ ഗൗരവം വളരെ കൃത്യമായി മനസ്സിലാകുന്നത്. വളരെ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഉസ്താദ് പറയുന്ന അനുഭവങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക, അവസാനം ചിലത് നമുക്ക് പറയാനുണ്ട്. നോക്കൂ. ഞാൻ തിരിച്ച് പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടാണ് നാട്ടിലെത്തിയത്. നാട്ടിലെത്തിയപ്പോ എന്റെ ആൾ എന്നെ കാണാൻ വേണ്ടി വന്നു. നല്ല ഹൈറ്റും വെയിറ്റൊക്കെ ഉള്ള ഒരാളാ. അപ്പൊ അയാൾ വളരെ ക്ഷീണം പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അയാളോട് ചോദിച്ചു, തമാശ രീതിയിൽ ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോ എനിക്ക് പരിചയമുള്ള ഒരാളാണ്. അപ്പോ സലാം പറഞ്ഞു, ഉസ്താദ് റാഹത്തല്ലെന്ന് ചോദിച്ചപ്പോ ഞാൻ ഇയാളോട് നിങ്ങളെന്താ ഒരു ദിവസം 2 നോമ്പ് എടുത്തിട്ടുണ്ടോ? നല്ല ക്ഷീണം പിടിച്ചിട്ടുണ്ടല്ലോ റമദാനില്. അപ്പൊ ഇയാള് ഇല്ലാന്ന് പറഞ്ഞു. പിന്നെ ഇയാൾക്ക് വല്ലാതെ സങ്കടം പിടിച്ച പോലെ ഇയാളെ കണ്ണെല്ലാം നിറഞ്ഞുപോയി. അത്രയും കടുപ്പുള്ള ചോദ്യം ഒന്നല്ല, ഞാൻ നിസ്സാരമായ ചോദ്യം ചോദിച്ചത്. അപ്പൊ ഇയാൾ വല്ലാതെ സങ്കടത്തിലായപ്പോ എന്തോ കാര്യം പറയാനാ വന്നതെന്ന് എനിക്കറിയാം. ഞാൻ ഇയാളോട് ചിന്ത വിഷയങ്ങളെന്താ വലിയ സങ്കടത്തില്. അപ്പൊ ഇയാൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ ഒരു കാര്യം പറയാനുണ്ട്. അങ്ങനെ ഇയാൾ എന്നോട് പറഞ്ഞു, ഇയാള് പറയാണ് 5-8 വർഷം, കുറെ വർഷമായി ഞാൻ അബുദാബിയിലാണ്. ഇയാൾ കുറെ വർഷമായി നാട്ടില് നോമ്പിന് കൂടിയിട്ട് മക്കളുടെ ഭാര്യന്റെ കൂടെ. ഇയാൾക്ക് 2 പെൺകുട്ടി, ഒരാണോ. മൂത്ത മകൻ +2 പഠിക്കുക, മറ്റു 2 ചെറിയ കുട്ടികളാ. ഇയാള് പറയാണ്, കുറെ വർഷങ്ങളായി റമദാനില് കുടുംബത്തിന്റെ കൂടെ കൂടിയിട്ട് അങ്ങനെ കൂടാൻ വേണ്ടിയിട്ട് വന്നതാ. തറാവീഹിന് പള്ളിയിൽ പോയപ്പോ ഇയാളെ മകൻ തറാവീഹ് നിസ്കരിക്കാൻ പള്ളിയിലില്ല. മകൻ തറാവീഹ് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലില്ല. ഇയാള് തീരുന്നത് വരെ തിരിഞ്ഞു മാറിയൊക്കെ നോക്കി, ഓരോ 2 റക്അത്ത് നോക്കി, ഇല്ല. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ചെറിയൊരു ഉറുദിയൊക്കെ കഴിഞ്ഞിട്ട് ഇയാള് വീട്ടിലേക്ക് വരുമ്പോ അവിടെ റോഡ് സൈഡിലുണ്ട് ഇലക്ട്രിക് പോസ്റ്റ് ഇങ്ങനെ ചെരിച്ചു വെച്ചിട്ട് അടിയിൽ 2 കല്ലൊക്കെ വെച്ചിട്ട് കുറെ കുട്ടികൾ ഇരുന്നിട്ട് സിഗരറ്റ് വലിക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ വെറുതെ മൊബൈലും കൊണ്ട് കളിക്കുന്ന സ്ഥലം. ഇയാൾ ആ സ്ഥലത്തെത്തി നോക്കുമ്പോ ഇയാളെ മകനും വേറെ കുറെ ചെറുപ്പക്കാരും കൂടി സിഗരറ്റ് വലിക്കുകയാണ്. റമദാന്റെ പകലൊന്നുമല്ല, രാത്രി തന്നെയാണ്. അപ്പൊ അവിടെ കഞ്ചാവൊക്കെ വിൽക്കപ്പെടുന്നുണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു പ്രദേശമാണ്. പഞ്ചായത്തിന്റെ ആളുകൾ ഒരു ബൾബ് കൊണ്ടുവച്ചാൽ ഒരാഴ്ചക്കുള്ളത് പോകുന്ന സ്ഥലമാണ്. അങ്ങനത്തെ ഒരു ഏരിയ. ഈ നാട്ടിലൊന്നും അങ്ങനത്തെ കച്ചറൊന്നും ഉണ്ടാവില്ല. അള്ളാഹു നമ്മളെ കുട്ടികളെയൊക്കെ നന്നാക്കി തരട്ടെ. അപ്പൊ ഇയാള് പറയാണ്, എനിക്ക് ഭയങ്കര വിഷമായി പോയി, പക്ഷെ ഞാനൊന്നും പറഞ്ഞില്ല. കുറെ കൂട്ടുകാരിലൊക്കെ ഉണ്ട്, ഞാൻ കണ്ടതായിട്ട് നടിച്ചില്ല. ഞാൻ നേരെ വീട്ടിലേക്ക് വന്നു. ഏതായാലും വീട്ടിലേക്ക് വരുമല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോ പള്ളിയിൽ നിന്ന് വരുന്നത് പോലെ വീട്ടിലേക്ക് വന്നു. ഞാൻ ഭക്ഷണമൊന്നും കഴിക്കാൻ നിന്നില്ല, എനിക്കൊന്നും ഇറങ്ങിയില്ല. എന്റെ ഉമ്മയോട് ഞാൻ വിഷയം പറഞ്ഞു, എന്റെ ഭാര്യയോട്. അങ്ങനെ ഇവൻ പള്ളിയിൽ നിന്ന് വരുന്ന പോലെ വന്നപ്പോ ഞാൻ ഇവനെ പിടിച്ചിട്ട് ഞാൻ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്തപ്പോ ഇവൻ തർക്കുത്തരം പറയാണ്, ഉസ്താദേ എന്റെ മകനങ്ങ് വളർന്നുപോയി. ഇവൻ തർക്കുത്തരം പറയാണ്, ചോദിച്ചതിന് നേരെ മറുപടി പറയുന്നില്ല. ഇവൻ ഇങ്ങനെ തട്ടിന് മുട്ട് പറഞ്ഞപ്പോ ഇവന്റെ പ്രവർത്തനം നേരത്തെ ഞാൻ കണ്ടതല്ലേ. ഞാൻ ഇവന് ഒറ്റടിയങ്ങ് കൊടുത്തു. 18 വയസ്സുള്ള മകനെ ഞാൻ അടിച്ചു എന്ന് അയാള് പറയുന്നത്. ഒരടി കിട്ടിയപ്പോ ഇവന് മാറ്റമൊന്നുമില്ല. പിന്നെ ഇവൻ ഇങ്ങനെ കയർക്കാണ്. ഞാൻ അങ്ങോട്ട് കയർക്കുന്നതിന് പോലെ അവൻ ഇങ്ങോട്ടാ കയർക്കുന്നത്. ഒന്നുകൂടി കൊടുത്തു ഞാൻ. ഉസ്താദേ, 3ാമതെന്റെ കൈപൊന്തുന്ന സമയത്ത് എന്റെ മകൻ എന്റെ മുഖത്തടിച്ചു കളഞ്ഞു. സുബ്ഹാന ജല്ല ജലാലു. ഈ കഴിഞ്ഞ റമദാൻ ഇത് കിതാബിൽ കണ്ടതല്ല, പത്രത്തിൽ വായിച്ചതല്ല, ഒരാള് ലൈവായിട്ട് എന്നോട് പറഞ്ഞതാ. ഒരാളൊരു ബാപ്പ വന്നിട്ട് പറഞ്ഞതാ, ഇയാളെ മകനെ അയാൾ അടിച്ചു കളഞ്ഞു. ഇയാള് പറയുന്നത്, ഈ മകന് ഒറ്റപ്പിടുത്തത്തിന് ഇവനെ താഴെയിടാനും ഒരറ്റടിക്ക് ഇവനെ മയ്യത്താക്കാനും എനിക്ക് കഴിയാഞ്ഞിട്ടല്ല, പക്ഷെ ഇവന്റെ കയ്യന്റെ മുഖത്തടിച്ചപ്പോ പിന്നെ എനിക്ക് കൈ അനങ്ങുന്നില്ല. പിന്നെ എന്റെ ശരീരം മുഴുവനും തളർന്നുപോയി ഉസ്താദേ.
ഇവന്റെ ഉമ്മാന്റെ മുമ്പ് നിന്നാണ് ഇവൻ അടിച്ചു കളഞ്ഞത്. ഞാൻ ഇവനോട് സംസാരിക്കുന്ന ഒച്ച കേട്ടിട്ട് നേരത്തെ ഉറങ്ങിയ 2 മക്കൾ എഴുന്നേറ്റിട്ട് അവരെ മുമ്പിൽ നിന്നാണ്, അവരും അവിടെ ഹാജറാണ്, അവരെ മുമ്പിൽ നിന്നാണ്, ഇവന്റെ അനിയത്തിമാരുടെ മുമ്പിൽ നിന്നാണ് ഇവൻ എന്നെ അടിച്ചു കളഞ്ഞത്. പിന്നെ ഞാനൊന്നും ചെയ്തില്ല, പട്ടിണി കിടന്നു. ഞാൻ റമദാൻ ഒന്ന് കഴിയട്ടെ എന്ന് കരുതി 1-2 ആളുകൾ നാട്ടിലിങ്ങനെ മെല്ലെ മെല്ലെ ഈ വിഷയം ഇങ്ങനെ അറിയുന്നുണ്ട്. കുട്ടികളോ മറ്റോ പറഞ്ഞതാണോ എന്നറിയില്ല. ഇയാൾ വലിയ സങ്കടത്തിലാണ് ഇയാൾ വന്നിരിക്കുന്നത്. ഇയാൾ മാനസികമായി തളർന്നുപോയി. ഞാൻ ഗൾഫ് പോയിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഇയാൾ ചോദിക്കുന്നത്. ഇനി എന്റെ മകനെ ഞാൻ എന്തിനാ വളർത്തുന്നത് എന്നാണ് ഇയാൾ ചോദിക്കുന്നത്. എന്റെ പ്രതീക്ഷയായ പൊന്നുമോനാണ് എന്റെ മുഖത്തടിച്ചത്. സുബ്ഹാനല്ലാഹ്, എനിക്ക് കേട്ടിട്ട് വല്ലാത്ത ടെൻഷൻ എനിക്കുമായി പോയി. ഒരു പ്രതീക്ഷയോടെ വളർത്തുന്ന മകൻ ബാപ്പാന്റെ തല്ലുകൊണ്ടാൽ എന്താണുള്ളത്? പക്ഷേ തിരിച്ചടിക്കാൻ മാത്രം നമ്മുടെ യുവത്വം വളർന്നുപോയി. ബാപ്പാന്റെ മുഖത്തടിക്കാൻ മാത്രം മക്കള് വളർന്നുപോയ കാലം. സഹോദരങ്ങളെ, ഇത് ഖിയാമത്തിന്റെ ലക്ഷണമായി ഹദീസിൽ പറഞ്ഞ കാര്യമല്ല ഞാൻ പറയുന്നത്. നമ്മുടെ നാട്ടിൽ നടന്ന ഒരു കാര്യമാ പറയുന്നത്. ചോദിക്കട്ടെ, ഞാൻ ആ ഉപ്പാക്ക് മനസമാധാനത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയുന്ന കാര്യം കുറച്ച് ദുആ ചെയ്ത് കൊടുക്കലാണ്. എനിക്ക് പറ്റുന്ന 1-2 ദിക്റും സ്വലാത്തൊക്കെ ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. മകൻ നന്നാകാനുള്ള 1-2 കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് അയാളെ പറഞ്ഞു വിട്ടു. എന്നിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള ഖത്തീബ്, എന്റെ നാട്ടിന്റെ അടുത്തുള്ള ഒരു പ്രദേശമാണ്, ആ നാട്ടിലെ ഖത്തീബ് എനിക്ക് പരിചയമുള്ള ഒരാളാണ്. ഞാൻ അയാളെ വിളിച്ചു, ഇവരെ ഇങ്ങനെ ഇവരെ രാഷ്ട്രീയമൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ നാട്ടിലൊക്കെ ഏകദേശം ആളുകൾ അറിഞ്ഞിട്ടുണ്ട് എന്നാ അയാൾ എന്നെ പറഞ്ഞത്. അതുകൊണ്ടാണ് വിളിച്ചത്. അപ്പോ ഈ ഉസ്താദ് പറയാണ്, ഞാൻ ഇയാളുടെ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ടല്ലോ, നിങ്ങൾ അറിയുന്നു, എന്താണ് നിങ്ങളുടെ അഭിപ്രായം, നിങ്ങൾ എന്താണ് ആ വിഷയത്തിൽ ചെയ്തതെന്ന് വെച്ചു. അപ്പൊ ഇയാള് പറഞ്ഞു, ഉസ്താദേ, അയാൾക്ക് അങ്ങനെ തന്നെ കിട്ടിയാ പോരാന്ന് പറയാൻ പാടില്ലാത്തോണ്ട് ഞാൻ പറയുന്നില്ല. അല്ലെങ്കിൽ ഞാൻ പറയട്ടെന്നല്ല എന്റെ അർത്ഥം. അയാൾക്ക് അങ്ങനെ തന്നെ വേണം എന്ന് പറയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്ന ഈ മൗലാന മറുപടി, ഖത്തീബിന്റെ മറുപടി. സുബ്ഹാന ജല്ല ജലാലു. ഞാൻ പറഞ്ഞു, ഇന്നാലില്ല, അങ്ങനെയുണ്ടോ ഉസ്താദെ പറയല്? നമ്മളൊരു മുസീബത്ത് ഒരു സമൂഹത്തിൽ പ്രശ്നം നടക്കും, അങ്ങനെയാണോ പറയേണ്ടത് എന്ന്. അപ്പൊ ഇയാള് പറഞ്ഞു, ഉസ്താദെ, നിങ്ങൾ കേട്ടാൽ അങ്ങനെ നിങ്ങളും പറയുള്ളൂ. ഇപ്പൊ ഞാൻ ഇയാളോട് ഫോണിലാണ് ചോദിക്കുന്നത്. ഇയാളോട് ഞാൻ ചോദിച്ചു. അപ്പൊ ഇയാള് പറഞ്ഞെന്താ അറിയോ, ഉസ്താദെ, കഴിഞ്ഞ പ്രാവശ്യം ഇയാള് ഗൾഫിൽ നിന്ന് വന്ന സമയത്ത് 2 വർഷം മുമ്പ് ഇയാള് ഗൾഫിൽ നിന്ന് വന്ന സമയത്ത് ഇവൻ 9ാം ക്ലാസ്സിൽ മദ്രസയിൽ പഠിക്കുക. ഈ കുട്ടി 9ാം ക്ലാസ്സിൽ മദ്രസയിൽ പഠിക്കുക. ആ മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് ഇവനില്ലാത്ത വികൃതിയില്ല, ക്ലാസ്സിൽ ഇവനെ കൊണ്ട് നിർക്കപ്പൂർത്തിയില്ല, മറ്റു കുട്ടികൾക്ക് മുഴുവൻ ഇവനെ കൊണ്ട് അലമ്പാണ്. ഞാൻ ഇവനും നന്നാകട്ടെ എന്ന് കരുതിയിട്ട് വടിയെടുത്തിട്ട് ഈ പ്രാവശ്യം അങ്ങ് സഹിച്ചുകൂടാഞ്ഞിട്ട് 2-3 പൊട്ടിച്ചതാണ്. 2-3 അടി അങ്ങ് കൊടുത്തു. ആ സമയത്ത് എന്നോട് സമ്മതം പോലും ചോദിക്കാതെ അടിയും കൊണ്ട് ഇവന്റെ പുസ്തകം എടുത്തിട്ട് ഇവൻ ഇറങ്ങി അങ്ങ് പോയി മദ്രസയെന്ന്. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോ ഇവന്റെ ബാപ്പ, ഈ പറയുന്ന ആൾ, ഇവനെ ഈ കുട്ടിനെയും കൂട്ടിയിട്ട് ഇങ്ങ് വന്നു. എന്റെ 100 കണക്കായ മദ്രസയിൽ എന്റെ മക്കളെ മുമ്പിൽ നിന്ന് 5-6 ഉസ്താദുമാരുണ്ട്, മുഅല്ലിമീങ്ങൾ, അവരെ മുമ്പിൽ നിന്ന് എന്നെ വിളിക്കാത്ത ചീത്തയില്ല, എന്നെ പറയാത്ത വാക്കുകളില്ല. അന്നയാൾ എന്നോട് പറഞ്ഞത്, എന്റെ മോനെ ഞാൻ ചോറ് കൊടുത്തു പോറ്റുന്ന മോനാണ്, നിങ്ങളല്ല എന്റെ മക്കൾക്ക് ചോറ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പഠിപ്പിക്കാൻ അറിയില്ല, നിങ്ങൾ പഠിപ്പിക്കണ്ടെന്നാ പറഞ്ഞത്. എന്റെ മോനെ നിങ്ങൾ പഠിപ്പിക്കണ്ട, നാട്ടുകാർക്ക് മറ്റുള്ളവർക്ക് തല്ലാനല്ല ഞാൻ എന്റെ മകനെ വളർത്തുന്നത് എന്ന് പറഞ്ഞിട്ട് ഇയാള് പറഞ്ഞു, നിങ്ങൾക്കെതിരെ ഞാൻ ചൈൽഡ് ലൈനിലും മറ്റും കേസ് കൊടുക്കുമെന്നാണ് ഇയാള് പറഞ്ഞത്. ഞാനാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, കേസും കൊണ്ടാൻ വേണ്ടിയും പേടിച്ചിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. ഇവന്റെ കുരുത്തക്കേട് സൈക്കായിട്ട് അടിച്ചുപോയതാണ്. ഇയാളെ കാല് പിടിച്ചിട്ടെങ്കിലും സാറില്ല, ക്ഷമാപണം നടത്താൻ ഞാൻ റെഡിയായിരുന്നു എന്ന് 100 കണക്കായ മദ്രസയിലെ മക്കള് കേൾക്കുന്ന നിലക്ക് എന്റെ കൂടെയുള്ള സ്റ്റാഫുകളെ മുമ്പിൽ നിന്ന് എന്നെ വിളിച്ച ചീത്തയ്ക്ക് കണക്കില്ല. അങ്ങനെ പറഞ്ഞ് എന്റെ മോനെങ്ങും പഠിപ്പിക്കണ്ടെന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോയതാണ് ഇയാള്. പിന്നെ ഗൾഫിൽ പോയി 2ാമത്തെ വരവാണ് ഈ വന്നത്. ഈ ആദ്യത്തെ വരവ് തന്നെയാണ് ഇയാളെ കവാല കുറ്റിക്ക് കിട്ടിയത്. പിന്നെ ഞാൻ എന്താണ് പറയേണ്ടത് എന്നാണ് ഈ ഉസ്താദ് ചോദിക്കുന്നത്. ഞാൻ എന്റെ സദസ്സിനോട് ചോദിക്കുന്നു, എന്റെ ഉമ്മമാരോട് ചോദിക്കുന്നു, ആ ബാപ്പയോട് നിങ്ങൾക്കുണ്ടായ സങ്കടം എവിടെ?
ആ ബാപ്പനോട് നമ്മളെ കൽബിൽ വേദന ഉണ്ടായിരുന്നില്ലേ ആദ്യം കേൾക്കുമ്പോ? എന്നാ ഇപ്പൊ ഞാനിത് പറയുമ്പോ നമുക്ക് ആ ബാപ്പയോട് എവിടെയാണ് നമ്മുടെ സ്ഥാനമുള്ളത്? ആരാണ് ഈ കുട്ടിയുടെ കൈപൊക്കിയിട്ട് ഈ ബാപ്പന്റെ കവാല കുറ്റി കരണ കുറ്റിക്ക് അടിപ്പിച്ചതാരാണ്? ആ ബാപ്പ തന്നെയല്ലേ. വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ, തഖ്വയുള്ള ആളുകൾക്ക് അനുകരിക്കാൻ പറ്റുന്ന നിലക്ക് ഞങ്ങളെ ഒന്ന് നന്നാക്കി തരണം അല്ലാഹ് എന്ന് ബാപ്പമാര് ദുആ ചെയ്യണമെന്ന് പരിശുദ്ധ ഖുർആനിന്റെ ഭാഷയാണ്. സഹോദരങ്ങളെ, ബാപ്പമാര് മക്കളെ ശരിയായ നിലക്ക് വളർത്തിയിട്ടില്ലെങ്കിൽ, പഠിപ്പിക്കേണ്ടതുപോലെ മക്കളെ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ ബാപ്പയുടെ മുഖത്തടി കിട്ടുന്ന മകനുണ്ടാകും, ബാപ്പയെ ശകാരിക്കുന്ന മകനുണ്ടാകും. അതുകൊണ്ട് നല്ല മക്കൾ നമ്മുടെ കുടുംബത്തിൽ വളരാൻ അവന് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനം പഠിപ്പിക്കണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം പഠിപ്പിക്കണം. മാതാപിതാക്കളെ ബഹുമാനിക്കേണ്ടത് എങ്ങനെയാണ് അതവൻ പഠിക്കേണ്ട സമയത്ത് പഠിപ്പിക്കണം. പ്രിയമുള്ളവരെ, ഉസ്താദിന്റെ അനുഭവം കേട്ടുവല്ലോ. ഇസ്ലാമിക അധ്യാപനങ്ങളിൽ ഉസ്താദന്മാരെ, ഗുരുക്കന്മാരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അവരെ വിഷമിപ്പിക്കുകയോ അപമാനിക്കുകയോ ചെയ്യുന്നത് വലിയ തെറ്റാണ് ആയിട്ടാണ് പരിശുദ്ധ ദീൻ കണക്കാക്കപ്പെടുന്നത്. അറിവ് പകർന്നു നൽകുന്ന ഗുരുവിനെ നോവിക്കുന്നവർക്ക് ഇരു ലോകത്തും അതിൻ്റെ ദോഷങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് പണ്ഡിതന്മാർ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഹദീസിലും ഖുർആനും പരിശോധിച്ചു നോക്കുമ്പോൾ പഠിപ്പിക്കുന്ന ഉസ്താദിനെ വിഷമിപ്പിക്കുന്നത് വലിയ കുറ്റകരവും മാത്രമല്ല അതിൻ്റെ ദോഷം ഇഹത്തിൽ പരത്തിനും അനുഭവിക്കേണ്ടി വരുമെന്നാണ്. പരിശുദ്ധ ഖുർആനിൽ അറിവുള്ളവരെയും നമുക്ക് നന്മ പറഞ്ഞു തരുന്നവരെയും ആദരിക്കണമെന്നും അവരെ ദ്രോഹിക്കരുതുമെന്നും ഖുർആൻ പൊതുവായി കൽപ്പിക്കുന്നു. അള്ളാഹുവിൻ്റെ ദീനിനെ പഠിപ്പിച്ചു തരുന്നവരെ വിഷമിപ്പിക്കുന്നത് അള്ളാഹുവിനെ വിഷമിപ്പിക്കുന്നത് തുല്യമാണെന്ന് പണ്ഡിതന്മാർ പരിശുദ്ധ ഖുർആന്റെ ഈ ആയത്ത് പരിശോധിച്ചു നോക്കൂ. ഇന്നല്ലദീന യൂദൂനല്ലാഹ വറസൂലഹു ലഅനഹുമുല്ലാഹു ഫിദ്ദുനിയ വൽആഖിറ വഅദ്ദ ലഹും അദാബൻ മുഹീന. തീർച്ചയായും അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും ദ്രോഹിക്കുന്നവരുണ്ടോ അവരെ അള്ളാഹു ഇഹത്തിനും പരത്തിനും ശപിച്ചിരിക്കുന്നു, അവർക്ക് അപമാനകരമായ ശിക്ഷ ഒരുക്കി വച്ചിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പഠിപ്പിക്കുകയാണ്. ദീൻ വിജ്ഞാനം പകർന്നു നൽകുന്ന ഉസ്താദന്മാർ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണ്. അതിനാൽ അവരെ ദ്രോഹിക്കുന്നത് അള്ളാഹുവിൻ്റെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും കോപത്തിന് കാരണമാകുമെന്ന് ഈ ആയത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നോക്കൂ, ഹദീസ് പരിശോധിച്ച് നോക്കുമ്പോൾ ഗുരുക്കന്മാരെയും വലിയവരെയും ബഹുമാനിക്കാത്തവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് നമ്മുടെ സമുദായത്തിൽപ്പെട്ടവരല്ല എന്നാണ്. ലൈസ മിൻ ഉമ്മത്തി മല്ലം യുഅജ്ജിൽ കബീറന വയർഹം സ്വഗീറന വയഅരിഫ് ലിആലിമന ഹഖഹു. നോക്ക്, നമ്മിൽ മുതിർന്നവരെ ബഹുമാനിക്കാത്തവരും ചെറിയവരോട് കരുണ കാണിക്കാത്തവരും നമ്മുടെ പണ്ഡിതന്റെ ഗുരുവിൻ്റെ അവകാശം മനസ്സിലാക്കാത്തവരും എൻ്റെ ഉമ്മത്തിൽപ്പെട്ടവനല്ല എന്നാണ് അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. മറ്റൊരു പ്രശസ്തമായ ഹദീസ് ഖുദ്സിയിൽ അള്ളാഹു പറയുന്നു, മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ് എന്നാണ്. ആരെങ്കിലും എൻ്റെ വലിയ മിത്രനോട് ശത്രുത പുലർത്തിയാൽ അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. ബുഖാരിയാണ്. ഇമാം അബു ഹനീഫ റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹത്തുക്കൾ പറഞ്ഞിട്ടുള്ളത്, അള്ളാഹുവിൻ്റെ ദീൻ പഠിപ്പിക്കുന്ന പണ്ഡിതന്മാരും ഉസ്താദന്മാരുമല്ലാതെ അള്ളാഹുവിൻ്റെ വലിയ എങ്കിൽ പിന്നെ ഭൂമിയിൽ ആരാണ് വലിയ എന്നാണ്. അതിനാൽ അവരെ ശത്രുവിനോട് ഉപമിച്ചത് വിശുദ്ധ ഖുർആൻ നോക്കൂ, അവരോട് യുദ്ധം പ്രഖ്യാപിക്കണമെന്നാണ്. ചരിത്രം പാഠങ്ങൾ നാം പരിശോധിച്ച് നോക്കുമ്പോൾ പണ്ഡിതന്മാർ അല്ലേ, ചരിത്രത്തിലൂടെ ഇസ്ലാമിക ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹുവിൻ്റെ ഒരു വചനം ഇങ്ങനെയാണ്: പണ്ഡിതന്മാരുടെ മാംസം വിഷലിപ്തിയാണ്. അതായത് അവരെ കുറിച്ച് മോശം പറയുന്നതും
അവരെ വിഷമിപ്പിക്കുന്നതും വിഷം കഴിക്കുന്നതിന് തുല്യമാണ് എന്നാണ്. അവരെ അപമാനിക്കുന്നവരുടെ ഹൃദയം ശാരീരിക മരിച്ചു പോയിട്ടുണ്ടാകും, അവരെ ആത്മീയമായ മരണം അവർക്ക് സംഭവിച്ചിട്ടുണ്ടാകും എന്നാണ്. അറിവ് അവരിന്ന് അള്ളാഹു നഷ്ടപ്പെടുത്തും, ബർക്കത്ത് ഇല്ലാതെയാക്കും അള്ളാഹു ഉസ്താദന്മാരെ അപമാനിക്കുന്നവൻ. അത് തനിക്ക് അറിവ് പകർന്നു തന്ന ഉസ്താദന്മാരോട് മോശമായി പെരുമാറുക. ഒരു വിദ്യാർത്ഥിയുടെ ചരിത്രം പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നുണ്ട്. ആ വിദ്യാർത്ഥി വലിയ ബുദ്ധിമാനായിരുന്നു, എന്നിട്ടും ഉസ്താദിനെ മാനിക്കാത്തതിനാൽ അയാൾ പഠിച്ച അറിവുകളെല്ലാം മറന്നുപോവുകയും ജീവിതത്തിൽ അവസാന കാലത്ത് ആർക്കും ഉപകാരമില്ലാത്ത ഒരാളായി മാറുകയും ചെയ്തു. ഉസ്താദിൻ്റെ മനസ്സ് വിഷമിപ്പിച്ചാൽ ആ അറിവിൻ്റെ ബർക്കത്ത്, അനുഗ്രഹം പൂർണ്ണമായി നഷ്ടപ്പെടുമെന്നാണ്. ഇമാം ഷാഫി റളിയല്ലാഹുവിൻ്റെ മാതൃക നോക്ക്. തനിക്ക് ഒറ്റ അക്ഷരം പഠിപ്പിച്ച തന്ന ഉസ്താദിനെ പോലും ഇമാം ഷാഫി റളിയല്ലാഹു എഴുന്നേറ്റ് നിൽക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു എന്ന് നമുക്ക് ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ കാണാം. കാരണം ഉസ്താദന്മാരെ ബഹുമാനിച്ചവരല്ലാതെ ഒരിക്കലും ഉയർന്ന സ്ഥാനത്തിലേക്ക് എത്തിയിട്ടില്ല. ചുരുക്കത്തിൽ ഉസ്താദിൻ്റെ മനസ്സ് വേദനിപ്പിച്ചാൽ ദുനിയാവിലും വെച്ച് തന്നെ അതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നാണ്. പഠിച്ച അറിവുകൾ മറന്നുപോവുക, ജീവിതത്തിൽ പരാജയപ്പെടുക, ആത്മീയമായ തകർച്ച നേരിടുക എന്നിവയൊക്കെയാണ് ഇതിൻ്റെ ഫലമായി പരിശുദ്ധമായ ദീൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഉസ്താദന്മാരുടെ ദുആ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ഉസ്താദുമാരെയും അതുപോലെ അറിവിനെയും ബഹുമാനിക്കുന്നതിനെക്കുറിച്ച് ചരിത്രത്തിൽ സ്വർണ്ണ ലിപികളിൽ എഴുതപ്പെട്ട വളരെ ചിന്തിപ്പിക്കുന്ന ഒരു യഥാർത്ഥ സംഭവം പങ്കുവെക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. ഇത് ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരികൾ ഒരാളായ ബഹുമാനപ്പെട്ട ഖലീഫ ഹാറൂൻ റഷീദിൻ്റെ അദ്ദേഹത്തിൻ്റെ മക്കളുടെ ഒരു സംഭവം, ഒരു കഥ നാം അത് ഓർക്കേണ്ടതാണ്, നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. ഉസ്താദിൻ്റെ ചെറുപ്പ് എടുത്തു വെക്കുന്നതിൽ മത്സരിച്ച രാജകുമാരന്മാർ, ബഹുമാനപ്പെട്ട ഖലീഫ ഹാറൂൻ റഷീദ് തൻ്റെ പ്രിയപ്പെട്ട 2 പുത്രന്മാർ അൽ അമീനും അൽ മഅ്മൂൻ എന്നിവരെ അക്കാലത്ത് ഏറ്റവും വലിയ പണ്ഡിതനായ ഇമാം അൽ ഖസായി റളിയല്ലാഹു അൻഹു എന്ന ഉസ്താദിൻ്റെ അടുത്താണ് വിദ്യാഭ്യാസിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്നത്. രാജകുമാരന്മാരാണെങ്കിലും ഉസ്താദിൻ്റെ മുമ്പിൽ അവർ വെറും സാധാരണ ഒരു വിദ്യാർത്ഥികളെ പോലെയായിരുന്നു. ഒരു ദിവസം ഉസ്താദ് ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ പുറപ്പെടുന്ന സമയം അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തൻ്റെ ചെരുപ്പ് ധരിക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കുകയാണ്. അപ്പോഴേക്കും 2 രാജകുമാരന്മാർ ഉസ്താദിൻ്റെ ചെരുപ്പ് എടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാലിൽ വെച്ചു കൊടുക്കാൻ വേണ്ടി അവരുടെ വല്ലാത്ത ഓട്ടമാണ്. ആ സമയത്ത് ഉസ്താദിൻ്റെ ചെരുപ്പ് എടുത്തു കൊടുക്കുക എന്ന കാര്യത്തിൽ സഹോദരന്മാർ തമ്മിൽ വലിയ മത്സരം നടക്കുന്നുണ്ട്, വലിയ തർക്കം നടക്കുന്നുണ്ട്. ഒടുവിൽ അവർ ഒരു ഒത്തുതീർപ്പിലെത്തി. ഓരോരുത്തരും ഉസ്താദിൻ്റെ ഓരോ ചെരുപ്പെടുത്ത് ഉസ്താദിൻ്റെ കാലിൽ ധരിപ്പിക്കുക. അങ്ങനെ 2 രാജകുമാരന്മാർ ചേർന്ന് അതീവ ബഹുമാനത്തോടെ ഉസ്താദിൻ്റെ ചെരുപ്പുകൾ ഉസ്താദിൻ്റെ കാലിൽ ധരിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഖലീഫയുടെ ചോദ്യം, ഖലീഫ ഇത് കൊട്ടാരത്തിൽ ഈ വിഷയം പറഞ്ഞു. ഈ വിവരം കൊട്ടാരത്തിൻ്റെ ഭരണാധികാരിയായ ഖലീഫ ഹാറൂൻ റഷീദിൻ്റെ ചെവിയിലും ഈ വിഷയം എത്തി. അവരുടെ മത്സരം, അവരുടെ ഈ കാര്യം. അദ്ദേഹം ഉടനെ തന്നെ ഉസ്താദ് അൽ ഖസായിയെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. സദസ്സിൽ വെച്ചു ഖലീഫ ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദെ, ഈ ഭൂമിയിൽ വെച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ ബഹുമാനിക്കുന്ന ഏറ്റവും വലിയ പ്രതാപശാലി ആരാണ് എന്ന്. തനിക്കെതിരെ എന്തോ നടപടി വരാൻ പോവുകയാണെന്ന് ഭയന്ന ഉസ്താദ് ബഹുമാനപ്പെട്ട ഇമാം അൽ ഖസായി റളിയല്ലാഹു അൻഹു വിനയത്തോടു കൂടി പറഞ്ഞു, അമീറുൽ മുഅ്മിൻ ഖലീഫയാണ്. ഖലീഫയല്ലാതെ മറ്റാരാണ് ഈ ലോകത്ത് ഏറ്റവും വലിയ പ്രതാപശാലി എന്ന്. അപ്പോൾ ഖലീഫ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ല ഉസ്താദ്, അങ്ങാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ പ്രതാപശാലി. കാരണം ഈ നാട് ഭരിക്കുന്ന ഖലീഫയുടെ മക്കളും നാളത്തെ 2 ഭരണാധികാരികളായ രാജകുമാരന്മാർ അങ്ങയുടെ ചെറുപ്പെടുക്കുന്ന കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്നതാണല്ലോ ഞാൻ കണ്ടത്. അപ്പോൾ ഖലീഫ നൽകിയ മറുപടി, ബഹുമാനപ്പെട്ട ഖലീഫ ദേഷ്യപ്പെടുമെന്ന് കരുതി ഉസ്താദ് ഉടനെ അൽ ഖസായി അദ്ദേഹത്തോടു കൂടി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത്, അമീറുൽ മുഅ്മിനീൻ, ഞാൻ അവരെ കൊണ്ട് നിർബന്ധിപ്പിച്ചതൊന്നുമല്ല. അവരോട്
ബഹുമാനവും കാരണം ഞാൻ അത് തടയാൻ വേണ്ടി പലപ്പോഴും ഞാൻ ശ്രമിച്ചു. ഉസ്താദിൻ്റെ വാക്കുകൾ തടഞ്ഞുകൊണ്ട് ഖലീഫ ഹാറൂൺ റഷീദ് പറഞ്ഞ വാക്കുകൾ ചരിത്രത്തിൽ ഇന്നും പ്രകീർത്തിക്കപ്പെടുന്ന ഖലീഫയോ ഹാറൂൺ റഷീദ് പറയുകയാണ്, ഉസ്താദെ അങ്ങ് വളരെ ബഹുമാനിക്കപ്പെടേണ്ട, എൻ്റെ മക്കൾ ചെയ്ത ആ പ്രവൃത്തി എന്നെ ഒട്ടും വിഷമിപ്പിച്ചിട്ടില്ല, പകരം എന്നെ ഒരുപാട് സന്തോഷിപ്പിക്കുകയാണ് ചെയ്തത്. അവർ അങ്ങയോട് കാണിച്ച ബഹുമാനം, അവരുടെ പദവി ഒട്ടും കുറഞ്ഞിട്ടില്ല, പകരം അവരുടെ അന്തസ്സ് കൂട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു വിദ്യാർത്ഥി എത്ര വിനയമായിരിക്കണമെന്ന്, 3 ആളുകളുടെ മുമ്പിൽ വിനയമായിരിക്കണമെന്ന് ഖലീഫ പറയുകയാണ്. ഒന്ന് ഭരണാധികാരി, അതുപോലെ പിതാവ്, അതുപോലെ അറിവ് പകർന്നു നൽകുന്ന ഉസ്താദ്. അതിനുശേഷം ഖലീഫ ആ 2 കുട്ടികൾക്കും ഉസ്താദിനെ ബഹുമാനിച്ചതിനുള്ള സമ്മാനവുമായി വലിയൊരു തുക സമ്മാനമായി ആ വിദ്യാർത്ഥികൾക്ക്, തൻ്റെ പ്രിയപ്പെട്ട മക്കൾക്ക് നൽകുകയാണ്. ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. പിന്നീട് ചരിത്രം സാക്ഷി വഹിച്ചത് മറ്റൊന്നാണ്. കാരണം ഉസ്താദിനെ അത്രമേലും ബഹുമാനിച്ച ആ 2 രാജകുമാരന്മാർ പിൽക്കാലത്ത് ലോകം ഭരിച്ച വലിയ ഭരണാധികാരികളായി മാറി. ഖലീഫ അൽ അമീൻ, അതുപോലെ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഇസ്ലാമിക ലോകത്തെ സുവർണ കാലഘട്ടത്തിലേക്ക് കൊണ്ടു നയിച്ച ബഹുമാനപ്പെട്ട അൽ മഅമൂൻ 2 ഖലീഫന്മാർ ഉസ്താദിൻ്റെ മനസ്സ് നിറയുന്ന ആ ബഹുമാനം നൽകിയത് കൊണ്ട് അവർക്ക് ജീവിതത്തിൽ അത്രയും വലിയ ഉയരങ്ങളിൽ എത്താൻ കഴിഞ്ഞു എന്ന് ഉസ്താദ് ബഹുമാനിച്ച കാരണം കൊണ്ടാണ് എന്ന് പിന്നെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദന്മാർ എന്ന് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് നൽകുന്ന വലിയൊരു മുത്താണ്. ആ ഉസ്താദന്മാരെ അവരെ അപമാനിക്കുകയും അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിൽ തന്നെ, ഇപ്പോൾ ആ ഉസ്താദ് പറഞ്ഞ ഒരു അനുഭവം നോക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ. ആ ഉസ്താദിൻ്റെ കൺമുമ്പിൽ കണ്ട ഒരു ചരിത്ര സംഭവമാണ് പറഞ്ഞിട്ടുള്ളത്. ദുനിയാവിൽ വെച്ച് തന്നെ, എപ്പോഴത്തോ ഒരു ചരിത്രമല്ലല്ലോ, കൺകൊണ്ട് നേരിട്ട് കണ്ട സംഭവമാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല നമ്മുടെ ഉസ്താദന്മാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യവും അല്ലാഹു നൽകട്ടെ. അവരുടെ തണലിലായി ജീവിക്കാൻ അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.